നമസ്കാരം. ഓട്ടപ്രേഷണത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഓരോ ഭാരതീയനും വലിയ അഭിമാനത്തോടുകൂടി ഇന്ന് രാവിലെ മുതൽ കേട്ട വാർത്തയാണ് ഖത്തറിൽ നിന്നുള്ള 8 പേരുടെ മോചനം. അതായത് ഖത്തറിലെ ഒരു കോടതി വധശിക്ഷയ്ക്ക് വിധിച്ച ഇന്ത്യൻ നാവികസേനയിലെ മുൻ ഉദ്യോഗസ്ഥന്മാർ അവരെ ഭാരതം രക്ഷിച്ചിരിക്കുന്നു. അവിടെ നിന്നും വധശിക്ഷ ഒഴിവാക്കി, പിന്നീട് ജയിൽ ശിക്ഷയും ഒഴിവാക്കി അവരെ വെറുതെ വിട്ടു. കഴിഞ്ഞ ദിവസം അവർ നാട്ടിലേക്ക് തിരിച്ചു. പിന്നീട് കഴിഞ്ഞ ദിവസം രാത്രി ഏറെ വൈകിയാണ് വിദേശകാര്യ മന്ത്രാലയം ഈ 8 പേരിൽ 7 പേരെയും നാട്ടിലെത്തിച്ചതായും ഒരാളെ നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ തുടരുന്നതായും വാർത്ത ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ടത്. അതിനുശേഷം തീർച്ചയായും ആ വാർത്ത ഏറെ ചർച്ച ചെയ്യപ്പെട്ടു. അതായത് നമുക്കറിയാം, ഈ 8 പേരും ഇന്ത്യൻ നാവികസേനയുടെ മുൻ ഉദ്യോഗസ്ഥരാണ്. ഇവർ ഒരു സ്വകാര്യ കമ്പനിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കാണ് ഖത്തറിലെത്തിയത്. പക്ഷേ അപ്രതീക്ഷിതമായി, വളരെ ദൗർഭാഗ്യകരമായി ഇവരുടെ മേൽ ഒരു ചാരക്കുറ്റം ആരോപിക്കുകയായിരുന്നു. ഖത്തറിലെ ഒരു അന്തർവാഹിനിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇവർ ചോർത്താൻ ശ്രമിച്ചു എന്ന ഒരു ആരോപണം വരുന്നുണ്ട്. അതുമാത്രമല്ല, ഇവർ ഇസ്രായേലിന് വേണ്ടി ചാരപ്രവൃത്തിയിൽ ഏർപ്പെട്ടിരുന്നു എന്ന ആരോപണവും വന്നിരുന്നു. എന്തായാലും കൃത്യമായി ഇവരുടെ മേലിലുള്ള, അല്ലെങ്കിൽ ഇവരിൽ ആരോപിക്കപ്പെട്ടിട്ടുള്ള കുറ്റകൃത്യം എന്ത് എന്ന് ഖത്തർ ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ ചാരപ്രവൃത്തിയാണ് എന്നതാണ് ചുരുക്കത്തിൽ ഇവർ പുറത്തുവിടുന്നത്. അതുകൊണ്ട് തന്നെ ഖത്തറിലെ കോടതി ഇവരെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നു. അത് രാജ്യം വളരെ ഞെട്ടലോടുകൂടിയാണ് കേട്ടത്. 2022 പിടിയിലാകുന്നു. 2023 ഇവർക്ക് കോടതി വധശിക്ഷ വിധിക്കുന്നു. കാരണം ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം ചാരപ്രവൃത്തി വലിയൊരു കുറ്റമാണ്. കോടതികൾ വളരെ വേഗം തന്നെ വധശിക്ഷ ഈ കുറ്റവാളികൾക്ക് നൽകാറുണ്ട്. അതുകൊണ്ട് തന്നെ വധശിക്ഷ വിധിക്കുന്നു. അതിനുശേഷം ഇന്ത്യയുടെ ശക്തമായ ഇടപെടൽ ഉണ്ടാകുന്നു. ആ ഇടപെടലിന് ഏറ്റവും ഒടുവിലാണ് ആദ്യഘട്ടത്തിൽ തന്നെ കോടതി വധശിക്ഷ ഒഴിവാക്കി തടവ് ശിക്ഷയാക്കി മാറ്റിയിരുന്നു. ഇപ്പോൾ ആ തടവ് ശിക്ഷയും ഒഴിവാക്കിക്കൊണ്ട് ഈ 8 പേരെയും ഇന്ത്യക്ക് കൈമാറിയിരിക്കുകയും ചെയ്യുന്നു. അവർ നാട്ടിലേക്ക് സുരക്ഷിതമായി തിരിച്ചെത്തി. നാട്ടിലെത്തിയവരുടെ പ്രതികരണങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ സ്ഥാനത്തുണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് തങ്ങൾ ജീവനോടെ സ്വന്തം നാട്ടിലേക്ക് വന്നത് എന്ന് അവരിൽ പലരും അഭിപ്രായപ്പെടുന്നു. അതൊക്കെ ദേശീയ മാധ്യമങ്ങളിൽ വലിയ വാർത്തയാകുന്നുണ്ട് ഇന്ന്. എന്തായാലും ഈ ഖത്തറിൽ നിന്നുള്ള ഈ റെസ്ക്യൂ ഓപ്പറേഷൻ, അതായത് തടവിലാകപ്പെട്ട, നിയമത്തിൻ്റെ കുരുക്കിൽപ്പെട്ട 8 പേരെയാണ് ഇപ്പോൾ രക്ഷപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായും കോടതി വഴിയുള്ള ഒരു റിലീസിംഗ് തന്നെയാണ്. ഇന്ത്യ വളരെ ഔദ്യോഗികമായി തന്നെ അവിടുത്തെ കോടതികളെ സമീപിക്കുന്നു, കോടതികൾ വെറുതെ വിടുന്നു. പക്ഷേ അതിലുപരിയായിട്ട് നയതന്ത്ര തലത്തിലുള്ള ഇടപെടൽ, പ്രത്യേകിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേരിട്ടുള്ള ഇടപെടൽ ഇതിൽ വളരെയധികം വ്യക്തമാണ് എന്നുള്ളതാണ്. തീർച്ചയായും കോടതികൾ തന്നെയാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തതെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ രാജ്യങ്ങളുമായിട്ടും വിദേശ ഭരണകൂടങ്ങളുമായിട്ടും രാഷ്ട്രത്തലവന്മാരുമായിട്ടുമുള്ള ബന്ധവും അവരിലുള്ള സ്വാധീനവും തന്നെയാണ് ഈ വലിയ ഒരു ഉദ്യമം, അല്ലെങ്കിൽ ഈ വലിയൊരു ദൗത്യം വിജയത്തിലേക്ക് എത്തിച്ചത് എന്ന് നിസ്സംശയം പറയാം. കഴിഞ്ഞ കുറേ നാളുകളായി ഇന്ത്യൻ സർക്കാരും അതുപോലെ തന്നെ ഖത്തർ ഭരണകൂടവും തമ്മിൽ ഇക്കാര്യങ്ങളിൽ ചർച്ച നടത്തി വരികയായിരുന്നു. കോപ്പ് ഉച്ചകോടിയുടെ ഭാഗമായി അവിടെ എത്തിയ നരേന്ദ്രമോദി ഖത്തർ അമീറുമായി നേരിട്ട് തന്നെ ഇക്കാര്യത്തിൽ ചർച്ചകൾ നടത്തിയതും നമ്മൾ കണ്ടതാണ്. അതിനുശേഷമാണ് വളരെ ഇന്ത്യക്ക് അനുകൂലമായ ഒരു കോടതി വിധി ഉണ്ടാകുന്നത്. ആ കോടതി വിധിയോടുകൂടി ഖത്തർ ഈ 8 പേരെയും ഇന്ത്യക്ക് കൈമാറുകയും ചെയ്തിരിക്കുന്നു. അവർ വളരെ സുരക്ഷിതമായി തന്നെ ഇന്ത്യയിലെത്തി എന്ന് തന്നെ പറയാം. വളരെ ശക്തമായ ഔട്ട് ഓഫ് ദ ബോക്സ് നയതന്ത്ര ഇടപെടലുകളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇടപെടലുകളും ഉണ്ട് എന്നതിൻ്റെ സൂചനയാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള വാർത്ത. അതായത് അടുത്ത ദിവസങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി UAE സന്ദർശിക്കുന്നുണ്ട്. ആ UAE സന്ദർശനം പൂർത്തിയാക്കി തിരിച്ചു വരുന്ന സമയത്ത് അദ്ദേഹം നേരിട്ട് ഖത്തർ സന്ദർശിക്കുകയും ഖത്തർ അമീറിനെ നേരിട്ട് കണ്ട് ഇക്കാര്യത്തിൽ നന്ദി അറിയിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായും ഇത്തരം സംഭവ വികാസങ്ങളെല്ലാം തെളിയിക്കുന്നത് ഒരു ഭരണകൂടം, ഒരു രാജ്യം അതിൻ്റെ പൗരന്മാരോട് ഒപ്പം നിൽക്കുന്നു എന്നുള്ളതാണ്. ഈ കടൽ കൊള്ളക്കാരടക്കം, അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലടക്കം അകപ്പെട്ടു പോയവരുടെ, ഭാരതീയരുടെ ജീവൻ നഷ്ടപ്പെട്ട ചരിത്രം നമുക്കുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പലരുടെയും ജീവൻ നമുക്ക് ആ രീതിയിൽ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. കേന്ദ്ര സർക്കാരിന് ഇടപെടാൻ പല രീതിയിലുള്ള പരിമിതികൾ ആ സമയത്തുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ സന്ദർശനത്തെ വിമർശിക്കുന്നവർ ധാരാളമുണ്ട്. പക്ഷേ ആ സന്ദർശനത്തിലൂടെയെല്ലാം ലഭിച്ചിട്ടുള്ള സ്വാധീനവും ഇന്ത്യക്ക് പുതിയ ലോകക്രമത്തിൽ ലഭിച്ചിട്ടുള്ള സ്ഥാനവും
ഇതാണ് ഇപ്പോൾ ഇന്ത്യൻ പൗരന്മാരെ ലോകത്തെവിടെയും സുരക്ഷിതമാക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അന്താരാഷ്ട്ര തലത്തിൽ ഇന്നേറെ ചർച്ച ചെയ്യപ്പെട്ട, പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യാത്ത ഒരു വാർത്തയും കൂടിയാണ്. അത് ഇസ്രായേൽ ഹമാസ് സംഘർഷ ഭൂമിയിൽ നിന്നാണ് വരുന്നത്, ഗാസയിൽ നിന്നാണ് വരുന്നത്. അതായത് ഗാസയിലെ UN സംഘടനയായ UN റിലീഫ് ആൻഡ് വർക്ക് ഏജൻസി എന്ന ഒരു ഉപസംഘടന, ആ സംഘടനയുടെ ഹെഡ്ക്വാർട്ടേഴ്സ്, ആ സംഘടനയുടെ ആസ്ഥാനമുണ്ട് ഗാസയിൽ. ആ ആസ്ഥാന മന്ദിരത്തിന് താഴെ ഹമാസ് തീവ്രവാദികളുടെ തുരങ്കം ഇസ്രായേലി സേന കണ്ടെടുത്തിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വന്നത്. തീർച്ചയായും ലോകരാജ്യങ്ങളെ തന്നെ ഞെട്ടിച്ചു കളഞ്ഞ ഒരു വാർത്തയാണ്. കാരണം ഐക്യരാഷ്ട്രസഭയുടെ ഒരു ഉപസംഘടനയുടെ ഓഫീസാണ്, ആ കെട്ടിടത്തിനടിയിലാണ് ഇത്രയും വലിയ അടിസ്ഥാന സൗകര്യങ്ങൾ ഭീകരവാദികൾ ഒരുക്കിയിരിക്കുന്നത് എന്നതാണ്. തീർച്ചയായും അതുമായി ബന്ധപ്പെട്ടവരുടെ അനുവാദമോ അറിവോ ഇല്ലാതെ ഇത്തരത്തിലൊരു അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കാൻ സാധിക്കില്ല എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകും. കാരണം ഏതാണ്ട് 700 മീറ്റർ നീളുന്ന ഒരു വലിയ തുരങ്കപാതയാണ് നിർമ്മിച്ചിരിക്കുന്നത്. 18 മീറ്ററോളം ആഴമുണ്ട് ഇതിന്. തീർച്ചയായിട്ടും ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വൈദ്യുതോൽപാദനവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. അതായത് ഹമാസ് ഭീകരർ ഒളിവിൽ കഴിയുന്ന മറ്റ് ടണലുകളിലേക്ക് വൈദ്യുതി കൊണ്ടുപോയിരുന്നത് ഈ ടണലിൽ നിന്നാകാം എന്ന് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ സംശയിക്കുന്നുണ്ട്. കാരണം ഈ വൈദ്യുതി നിർമ്മാണവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങളാണ് അതിൽ ഒരുക്കിയിരുന്നത്. ഒരു ഇന്ധനം ഉപയോഗിച്ചുകൊണ്ട്, അതായത് ഗാസയിലെ മനുഷ്യത്വപരമായ, ഗാസയിൽ നമുക്കറിയാം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വൈദ്യുതി നിലച്ചിരിക്കുകയാണ്. അവിടുത്തെ ആശുപത്രികളിലടക്കം വൈദ്യുതി ഇല്ലാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ട്. അതുകൊണ്ട് തന്നെ അടിയന്തര ഘട്ടങ്ങളെ നേരിടാനും മനുഷ്യത്വപരമായ പരിഗണന കൊണ്ട് ഇസ്രായേലും അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളും എത്തിച്ചു നൽകുന്ന ഇന്ധനം, ആ ഇന്ധനം ഉപയോഗിച്ച് അവിടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും അത് ഹമാസിൻ്റെ ഭീകര കേന്ദ്രങ്ങളിലേക്ക് കൊടുക്കുകയും ചെയ്തിരുന്നു എന്ന ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് പുറത്തു വരുന്നത്. ഇതിനൊക്കെ മറയായിരിക്കുന്നത് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഒരു ഉപസംഘടനയാണ് എന്നുള്ളതാണ് ലോകത്തെ ഞെട്ടിപ്പിക്കുന്നത്. കാരണം ലോകമെമ്പാടുമുള്ള സംഘർഷങ്ങൾ ഇല്ലാതാക്കുക എന്നതാണ് ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യം. അതിന് പക്ഷപാതരഹിതമായി പെരുമാറേണ്ടി വരും. ഭീകരതയെ, എല്ലാ തരത്തിലുള്ള ഭീകരതയെയും അടിച്ചമർത്തേണ്ടത് ഐക്യരാഷ്ട്രസഭയുടെ ഉത്തരവാദിത്വമാണ്. തള്ളിപ്പറയേണ്ടത് ഐക്യരാഷ്ട്രസഭയുടെ ഉത്തരവാദിത്വമാണ്. ആ ഒരു സംഘടനയാണ് ഇപ്പോൾ ഹമാസ് എന്ന ഭീകര സംഘടനയ്ക്ക് സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് ലോകത്തെ ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഒരുപക്ഷെ ഈ സംഘടനയിലെ ആളുകൾ ഈ കാര്യങ്ങൾ അറിഞ്ഞിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. കുറേ നാളുകളായി ആ സംഘടന അല്ലെങ്കിൽ ആ കെട്ടിടം ഈ സംഘടന ഉപയോഗിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഉണ്ടാക്കിയിരിക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം അതെല്ലാം വളരെ കാലമെടുത്ത് നിർമ്മിച്ചിട്ടുള്ളതാണ്. യുദ്ധകാലാടിസ്ഥാനത്തിൽ നിർമ്മിച്ചതാകാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ലോകമെമ്പാടുമുള്ള നയതന്ത്ര വിദഗ്ധരും മറ്റു നിരീക്ഷകരെയെല്ലാം ഞെട്ടിപ്പിച്ച ഒരു വാർത്തയാണ്. ഐക്യരാഷ്ട്രസഭയുടെ സംഘടനയുടെ തണലിൽ പോലും ഹമാസ് ഭീകരവാദികൾ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി ഇസ്രായേലിനെതിരെ വലിയ നീക്കങ്ങൾ നടത്തിയിരുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.